മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഒക്ടോബർ മാസത്തോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം പുതിയ പാലത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. ഒക്ടോബർ മാസത്തോടുകൂടി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം പുതിയ പാലത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുവാൻ നേര്യമംഗലത്ത് എത്തിയപ്പോഴാണ് ഡീൻ കുര്യാക്കോസ് ഇക്കാര്യം അറിയിച്ചത്. നേര്യമംഗലം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം നേരിട്ട് എം പി വിലയിരുത്തി. 4 പില്ലറുകളും 2 അബ്റ്റമെന്റുകളും 5 സ്പാനുകളിലുമായി 240 മീറ്റർ നീളത്തിൽ 2 സൈഡുകളിലും ഫുട്പാത്തുകളോടെ 11 മീറ്റർ വീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് നേര്യമംഗലം പാലം. നേര്യമംഗലം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയത്. നമ്മൾ കഴിഞ്ഞ 1 വർഷത്തിന് മുന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നമ്മുടെ അടിമാലി പഞ്ചായത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ, അത് കുറേയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വൈകിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത നാളിലാണ് ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് അതിൻ്റേതായ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ NHൻ്റെ വികസനവും അതോടൊപ്പം തന്നെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയിലും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പാലം നിർമ്മാണം ഫുൾ സ്ട്രെച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നേര്യമംഗലത്തെ പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലം അതേ ഡിസൈനിൽ തന്നെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പിയറുകളിലായി, അതോടൊപ്പം തന്നെ 2 കരയിലും 2 അബട്ട്മെൻറ്റുകളും കൂടി ചേർന്ന് 5 സ്പാനുകളോടുകൂടി. കൂടാതെ ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള പരാതികളും ആശങ്കകളും പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. എല്ലായിടത്തും 10 മീറ്റർ വീതി ഉറപ്പാക്കുന്നതിനായി സർവേ നടപടികൾ പുരോഗമിക്കുന്നതായി വിലയിരുത്തി. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുമുള്ള ആവലാതികൾ പല ദിവസങ്ങളിലായി അത് പരിഹരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടും തുടർന്നും ഉള്ള കൂടിയാലോചനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാർ, മറ്റ് പൊതുപ്രവർത്തകർ എല്ലാവരും തന്നെ ഉണ്ട്. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു സഹകരണമാണ് ഈ പാലം പണിയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ NH85 പ്രൊജക്ട് ഡയറക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരും കരാർ കമ്പനി പ്രതിനിധികളും, പഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ, പൊതുപ്രവർത്തകരായ ജെയ്മോൻ ജോസ്, PR രവി, MS റസാഖ്, PM റഷീദ്, പഞ്ചായത്ത് സെക്രട്ടറി R സേതു തുടങ്ങിയവരും MPയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.